ഗുഡ് മോർണിംഗ്. നമ്മൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ യൂസസ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഡെറിവേറ്റീവ്സ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസിൽ പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് രീതിയിലുള്ള ഒരുപാട് രീതിയിലുള്ള റിസ്കുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. ചിലത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാവാം, ചിലത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവാം. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് റിസ്കുകൾ സംഭവിക്കാറുണ്ട്. ഈ ആക്സെപ്റ്റബിൾ ആയാലും അൺആക്സെപ്റ്റബിൾ ആയാലും ഒക്കെ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ചിലത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ചിലത് മാനേജ് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് റിസ്കുകൾ ഉണ്ടാവാറുണ്ട്. ഇഫ് ദ റോ മെറ്റീരിയൽസ് ഇറ്റ് പർച്ചേസ് ആൻഡ് ദ പവർ ഇറ്റ് കൺസ്യൂംസ് ആർ സബ്ജക്ട് ടു അൺസർട്ടൻ നമുക്ക് ചില കേസുകളിൽ അൺസർട്ടൻ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ പല രീതിയിലുള്ള റിസ്കുകൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ പ്രൈസ് റിസ്ക്, എക്സ്ചേഞ്ച് റിസ്ക് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, അതൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഇതിനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. have arisen from the need to manage the risk arising from movements in markets beyond our നമ്മുടെ കൺട്രോളിലില്ലാത്ത റിസ്കുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഡെറിവേറ്റീവ്സ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കമ്മോഡിറ്റീസ് ആയാലും സെക്യൂരിറ്റീസ് ആയാലും ഫോറിൻ എക്സ്ചേഞ്ച് ഡീലിങ്സ് ആയാലും ഒക്കെ നമ്മുടെ കൺട്രോളിലല്ലാതെ വരുന്നതിന് നമുക്ക് നമ്മുടെ പരിധിയിൽ ഒരു പരിധി വരെയൊക്കെ കൊണ്ടുവത്തിക്കാം എന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്താണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ദേ മേ ബി ഈവൺ ത്രെട്ടൺ ആൻഡ് വയബിലിറ്റി ഓഫ് ഫേംസ്, ചിലപ്പോൾ ഫേമിൻ്റെ വയബിലിറ്റി ആവാം. അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് ആർ ദെയർഫോർ യൂസ്ഡ് ടു മീൻസ് ടു പ്രൊട്ടക്ട് എഗെയിൻസ്റ്റ് കീ ബിസിനസ് റിസ്ക് വിച്ച് ആർ ബിയോണ്ട് വൺസ് കൺട്രോൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൺട്രോളിലല്ലാതെ വരുന്ന ഏതെങ്കിലും റിസ്കുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മുടെ കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു മോർ എഫക്റ്റീവായിട്ടുള്ള ഒരു ടൂളാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആയാലും ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആയാലും കമ്മോഡിറ്റി പ്രൈസുകളായാലും ഒക്കെ അതിന് നമ്മൾ മോർ എഫക്റ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അത് ബെറ്റർ ഫോക്കസ് ഓൺ ദ കോർ ആക്ടിവിറ്റീസ്, ഒരു ഓർഗനൈസേഷൻ്റെ കോർ ആക്ടിവിറ്റീസിനെ ബെറ്ററായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ്സിനെ പറയാം. ഡെറിവേറ്റീവ്സ് ഒരിക്കലും റിസ്ക് ക്രിയേറ്റ് ചെയ്യല്ല. ദ സിംപ്ലി മാനിപ്പുലേറ്റ് ദ റിസ്ക് ആൻഡ് ട്രാൻസ്ഫർ ദം ടു ദോസ് ഹു ആർ വില്ലിംഗ് ടു ബെയർ ദീസ് റിസ്ക്. ആരാണോ റിസ്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ളത്, ഒരിക്കലും ഡെറിവേറ്റീവ്സ് റിസ്ക് ക്രിയേറ്റ് ചെയ്യല്ല, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മിനിമൈസിങ് ദ റിസ്ക് ആണ് ശരിക്കും ആര് ചെയ്യുന്നത്, ഡെറിവേറ്റീവ്സ് ചെയ്യുന്നത്. ഡെറിവേറ്റീവ്സ് ഹാവ് അസ്യൂംഡ് എ വെരി സിഗ്നിഫിക്കൻറ്റ് പ്ലേസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫിനാൻസ് ഫീൽഡിൽ വളരെയധികം അല്ലെങ്കിൽ നല്ലൊരു റോളുണ്ട് ആർക്ക്, ഡെറിവേറ്റീവ്സിന്. ടു ഡ്രൈവിംഗ് ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഡെറിവേറ്റീവ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈ ലിക്വിഡിറ്റിയാണ്. അതുപോലെ എല്ലാ പ്രൊഡക്ട്സും ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ് എല്ലാം ലോ കോസ്റ്റ് പ്രൊഡക്ട്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളിനെ നമ്മുടെ കൺട്രോളിൽ വരുത്തുക, അല്ലെങ്കിൽ ആ കൺട്രോളിൽ ചെയ്യാൻ പറ്റാത്ത റിസ്കുകളെ നമ്മളൊന്ന് മിനിമൈസ് ചെയ്യുക. അതാണ് ഡെറിവേറ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ യൂസസ് ഓഫ് ഡെറിവേറ്റീവ്സ് മേ ബി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അല്ലേ, പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന്. നമ്മളീ പറഞ്ഞത് തന്നെയാണ്. ഫസ്റ്റ് പറയുന്നു റിസ്ക് മാനേജ്മെൻറ്റ്. എന്താണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ? റിസ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പല രീതിയിലുള്ള റിസ്കുകൾ ഏറ്റെടുക്കുന്ന ആളുകളാണ്. ഡെറിവേറ്റീവ്സ് ഹെൽപ്പ് ടു കൺട്രോൾ, അവോയ്ഡ്, ഷിഫ്റ്റ് ആൻഡ് മാനേജ് എഫിഷ്യൻ്റ്ലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്. ഓക്കെ, ഞാൻ എയർ മൂടിടാൻ മറന്നുപോയി. ഓക്കെ, റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെറിവേറ്റീവ്സ് കൺട്രോൾ ചെയ്യുന്ന, അവോയ്ഡ്, ഷിഫ്റ്റ്, മാനേജ് എഫിഷ്യൻ്റ്ലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്. ദിസ് ഈസ് ഡൺ ത്രൂ വേരിയസ് സ്ട്രാറ്റജീസ് ലൈക്ക് ഇപ്പോൾ ഡെറിവേറ്റീവ്സിൽ തന്നെ വരുന്ന പല രീതിയിലുള്ള ടെക്നിക്കലായിട്ടുള്ള ഹെഡ്ജിങ്, ആർബിട്രേജിങ്, സ്പ്രെഡ്, അങ്ങനെ പല രീതിയിലുള്ള പല ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ്സിൽ എന്ത് ചെയ്യുന്നത്, റിസ്ക് മാനേജ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഒരു യൂസാണ് ഇൻകം ജനറേഷൻ. അതിൽ പറയുന്നത് ദ മോസ്റ്റ് കോമൺ യൂസ് ഓഫ് ഡെറിവേറ്റീവ്സ് ഈസ് ടു ജനറേറ്റ് മാക്സിമം ഇൻകം ഫ്രം ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. മാക്സിമം ഇൻകം ട്രേഡിംഗിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഡെറിവേറ്റീവ്സിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് എൻഹാൻസസ് ലിക്വിഡിറ്റി പൊസിഷൻ ബൈ റെഡ്യൂസിങ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. പറഞ്ഞ പോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് ട്രേഡിങ്ങിലായാലും ഇൻവെസ്റ്റ്മെൻറ്റിലായാലും മാക്സിമം പ്രോഫിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഇൻകം ജനറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു യൂസാണ്.
ദെൻ നെക്സ്റ്റ് പറയുന്നത് ട്രേഡിംഗ് എഫിഷ്യൻസി. ട്രേഡിംഗ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ട്രേഡിംഗ് എൻകറേജസ് ലാർജ് നമ്പർ ഓഫ് പ്ലെയേഴ്സ് ഇൻ ദ മാർക്കറ്റ്. ദിസ് ഇൻക്രീസസ് ട്രേഡിംഗ് വോളിയം. ഇപ്പോൾ ഡെറിവേറ്റീവ്സിൽ പല ആളുകളും അടങ്ങിയിട്ടുണ്ട്. അതിൽ ആളുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉള്ളത് കൊണ്ട് തന്നെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഒരു ബാരോമീറ്ററാണ് ഫ്യൂച്ചർ ട്രെൻഡ്സ്, പ്രൈസിൻ്റെ ഫ്യൂച്ചർ ട്രെൻഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബാരോമീറ്റർ എന്ന് വേണമെങ്കിൽ നമുക്കതിന് പറയാം. അപ്പോൾ 2 മാസം കഴിഞ്ഞാൽ ആ പ്രൈസ്, ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഇത്ര പൈസയാവും. അപ്പോൾ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ചില കച്ചവടക്കാർ മാവ് പൂക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ആ മാങ്ങയ്ക്കുള്ള ഓർഡർ പിടിക്കും. അതൊക്കെ ഈ ഒരു ഡെറിവേറ്റീവ്സിൻ്റെ ഒരു കോമൺ എന്താ പറയുക, ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള എക്സാമ്പിളുകളാണ് അല്ലേ. അവർക്ക് ആ മാവ് പൂത്ത് നിൽക്കുമ്പോൾ അറിയാം അതിൽ എത്ര ഉണ്ടാവും, എത്ര മാങ്ങ ഉണ്ടാവും, ആ മാങ്ങയ്ക്ക് ആ സമയത്ത് എത്ര പ്രൈസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആ ഒരു കണ്ണിങ്ങിലാണ് അവർ എന്ത് ചെയ്യുന്നത്, അതിനൊരു ഫിക്സഡ് റേറ്റ് ഇടുന്നത്. അപ്പോൾ ഇതുപോലെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഫ്യൂച്ചർ മാർക്കറ്റ് ഒന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ഡെറിവേറ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത്. നെക്സ്റ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസ്. അച്ചീവ്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ദ ഇൻവെസ്റ്റേഴ്സ്, ട്രേഡേഴ്സ് ആൻഡ് മാനേജേഴ്സ് ഓഫ് ലാർജ് പൂൾസ് ഓഫ് ഫണ്ട്സ് ടു ഡിവൈസ് സ്ട്രാറ്റജീസ് സോ ആസ് ടു അച്ചീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ട്രേഡേഴ്സിനായാലും ഇൻവെസ്റ്റ്മെൻറ്റേഴ്സിനായാലും ഒക്കെ ഇതിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നു റെഡ്യൂസ്ഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഈ പറഞ്ഞ പോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഈ ഒരു സംഭവത്തിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫർദർ ഇൻകം ജനറേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. ലോവർ കോസ്റ്റ് വേ ടു അണ്ടർടേക്ക് എ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വളരെ കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ചേഞ്ചിങ് ഫാസ്റ്റ് ആൻഡ് ടുഡേസ് ബിസിനസ് വേൾഡ് ഈസ് മാനേജ് ദ കോംപ്ലക്സിറ്റി. ഫിനാൻഷ്യൽ എഞ്ചിനീയേഴ്സ് ഡെവലപ്പ് ന്യൂ എക്സോട്ടിക് ഡെറിവേറ്റീവ്സ്. അതായത് പുതിയ ദിവസം ചെല്ലും തോറും പുതിയ രീതിയിലുള്ള ഡെറിവേറ്റീവ്സ് എന്താ പറയുക എക്യുപ്മെൻറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 2 or more days ചിലപ്പോൾ ഒരു ഡെറിവേറ്റീവ്സ് മാത്രമാണ് ഡെറിവേറ്റീവ് എക്യുപ്മെൻ്റ് ആവാൻ 2-3 കമ്പൈൻ ചെയ്തിട്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലായിട്ടുള്ള ഇൻക്രിമെൻറ്റ് കിട്ടാനുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ നടക്കുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ യൂസസ് ആയിട്ട് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് കാര്യം നോക്കുമ്പോഴും അതിൽ പല ക്രിറ്റിസിസം ഉണ്ടാവാറുണ്ട് അല്ലേ, മിസ്യൂസുകൾ ഉണ്ടാവാറുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. മിസ്യൂസസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഫസ്റ്റ് വൺ പറയുന്നു ഇൻക്രീസ്ഡ് വോളാറ്റിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സ്ട്രീംലി ലിവറേജ് പൊസിഷൻ, അതായത് എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് എ മാർക്കറ്റ് വിത്ത് നോമിനൽ ക്യാപിറ്റൽ അവൈലബിൾ വിത്ത് ദം. അപ്പോൾ നമ്മുടെ കയ്യിൽ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഡെറിവേറ്റീവ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൽ പല മൽപ്രാക്ടീസുകൾ നടക്കാനുള്ള ചാൻസുകളുണ്ട്, സ്പെക്കുലേറ്റീവ് ടെൻഡൻസികളുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രീം വോളാറ്റിലിറ്റി ഇൻ പ്രൈസിലുള്ള വോളാറ്റിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി ഇറങ്ങുകയും പല രീതിയിലുള്ള സ്പെക്കുലേറ്ററി ആക്ടിവിറ്റീസ് നടക്കാനുള്ള ചാൻസും എന്തിൽ കൂടുതലാണ്, ഡെറിവേറ്റീവ്സിൽ കൂടുതലാണ്. നെക്സ്റ്റ് പറയുന്നു ഇൻക്രീസ്ഡ് ബാങ്ക് കറൻസീസ്. The use of derivatives can result in large losses because of the use of financial leverage or borrowing. Derivatives allow investors to earn large returns from small movements in the prices of the underlying asset. At the same time, investors may lose large amount if the price of the underlying moves against them significantly. ചില കേസുകളിൽ നമ്മൾ അണ്ടർലൈൻ അസറ്റ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇതിൽ മാവ് പൂക്കുക എന്നുള്ള അല്ലേ, മാമ്പൂക്കളാണ് നമ്മുടെ അണ്ടർലൈൻ അസറ്റായിട്ട് വരിക. അപ്പോൾ ഈ അണ്ടർലൈൻ അസറ്റുകൾക്ക് ചില സമയത്ത് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ലാർജ് ലോസിനുള്ള ചാൻസുകൾ കൂടുതലാണ്, ചില സമയത്ത് പ്രോഫിറ്റിനുള്ള ചാൻസ് കൂടുതലാണ് ചില സമയത്ത്. നെക്സ്റ്റ് പറഞ്ഞു ഇൻക്രീസ്ഡ് റെഗുലേറ്ററി ബർഡൻ. As pointed out earlier that the derivatives create instability in the financial system. ഒരു നമ്മൾ പറഞ്ഞു സ്റ്റെബിലിറ്റിക്കാണ് വയബിലിറ്റിക്കാണെന്നുണ്ടെങ്കിലും അതിലൊരു ഇൻസ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മോർ ബർഡൻ ടു ദ ഗവൺമെൻറ് ഓർ റെഗുലേറ്ററി അതോറിറ്റി, ഗവൺമെൻറ്റിനായാലും റെഗുലേറ്ററി അതോറിറ്റീസിനായാലും കുറച്ച് എന്താ പറയുക ഒരു ബർഡൻ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എൻഹാൻസ്മെൻറ്റ് ഓഫ് റിസ്ക്. Empirical studies on derivatives show that derivatives increase financial risk in many cases instead of hedging the same. Without a clearly defined risk management strategy, use of derivatives can be dangerous. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള റിസ്കുകൾ മാനേജ് ചെയ്യാമെന്ന് പറയുന്നുണ്ടല്ലേ. ഇങ്ങനെ റിസ്കുകൾ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ വളരെയധികം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്പെക്കുലേറ്റീവ് ആൻഡ് ഗാംബ്ലിംഗ് നോട്ടീസ്. പല ആളുകൾക്കും ഗാംബ്ലിംഗ് നടത്താനും സ്പെക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. Then instability of the financial system. It is argued that the derivatives would increase risk not only for their users but also for the whole financial
സിസ്റ്റം. ഒരു യൂസർക്ക് മാത്രമല്ല, ചിലപ്പോൾ ടോട്ടൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് തന്നെ ഒരു ഇൻസ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡെറിവേറ്റീവ്സിൻ്റെ ആക്ടിവിറ്റീസ് നടക്കുന്നത്. എന്തൊക്കെ ഇരുന്നാലും ഡെറിവേറ്റീവ്സ് നമുക്ക് പല രീതിയിലുള്ള ഗുണങ്ങളുണ്ട്, അതേപോലെ തന്നെ പല രീതിയിലുള്ള ദോഷങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അക്കോർഡിംഗ് ടു വാരൻ ബഫറ്റ്. വാരൻ ബഫറ്റിൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ വെപ്പൺസ് ആണ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. ഒരു മാസ് ഡിസ്ട്രക്ഷനെ ഒഴിവാക്കാണ്ടിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ വെപ്പൺ, ഒരു ആയുധമാണ് ഡെറിവേറ്റീവ്സിന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. വേറൊരു വാൾട്ടർ ഡി ഹോബ്സ് പറയുന്നത് ഡെറിവേറ്റീവ്സ് ആർ നത്തിങ് മോർ ദാൻ എ സെറ്റ് ഓഫ് ടൂൾസ് ആൻഡ് ജസ്റ്റ് ആസ് എ സോ ക്യാൻ ബിൽഡ് യുവർ ഹോം, ഇറ്റ് ക്യാൻ കട്ട് ഓഫ് യുവർ ആം ഇഫ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് പ്രോപ്പർലി. നല്ല ഒരു ഡെഫിനേഷനായിട്ട് എനിക്ക് തോന്നുന്നു വാൾട്ടർ ഡി ഹോബ്സിൻ്റെ അഭിപ്രായത്തിൽ. ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ടൂൾസ് അല്ല, ഒരു ടൂൾസ് മാത്രമല്ല, ഒരു സോ ആണ്, ഒരു വാളാണ്. ക്യാൻ ബിൽഡ് നമ്മളുടെ വീടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ പല സാധനങ്ങളും മുറിക്കുന്ന ഒരു പല ആയുധങ്ങളുണ്ട് യൂസ് ചെയ്യുമല്ലോ. പക്ഷേ അത് നമ്മുടെ കൈ മുറിയാതെ സൂക്ഷിക്കുകയാണെങ്കിൽ അത് നല്ലൊരു ആയുധമാണ്. പക്ഷേ നമ്മുടെ കൈ മുറിയാനുള്ള ചാൻസും അതിലുണ്ടെന്നാണ് ഈ ഒരു ഡെഫിനേഷനിൽ പറയുന്നത്. ഇനി എന്തൊക്കെ റിസ്ക്കുകളാണ് ഈ ഒരു ഡെറിവേറ്റീവ്സിൽ അടങ്ങിയിട്ടുള്ളത്? പ്രധാനമായിട്ടും ഡെറിവേറ്റീവ്സിൽ അടങ്ങിയിട്ടുള്ള റിസ്ക്കുകൾ 5 റിസ്ക്കുകളാണ് ഇതിൽ വരുന്നത്. ഒന്ന് ക്രെഡിറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക്, ലീഗൽ റിസ്ക്, ഓപ്പറേഷൻ റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക്. ക്രെഡിറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക്, ലീഗൽ റിസ്ക്, ഓപ്പറേഷൻ റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക്. എന്താണ് ക്രെഡിറ്റ് റിസ്ക്? The possibility of loss resulting from a counterparty's failure to meet its financial obligation. അല്ലേ, ഒരു കൗണ്ടർ പാർട്ടി ആ ഒരു ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്ത് വരാം? ക്രെഡിറ്റ് റിസ്ക് വരാം. ഇനി രണ്ടാമത് പറയുന്നത് മാർക്കറ്റ് റിസ്ക്. ദിസ് റിസ്ക് അറൈസസ് ഡ്യൂ ടു അഡ്വേഴ്സ് മൂവ്മെൻറ്റ്സ് ഇൻ ദ പ്രൈസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ഓർ കമ്മോഡിറ്റി. അതായത് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പോട്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ അസറ്റ് ബി ഹെഡ്ജ് ആൻഡ് ഡെറിവേറ്റീവ് പ്രൈസ്. ഇപ്പോൾ നമ്മൾ ഇന്ന് 10 രൂപയുടെ ഒരു സാധനം ചിലപ്പോൾ നമ്മൾ നാളെ 8 രൂപയാവോ അല്ലെങ്കിൽ 15 രൂപയോ എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷനിലാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് ടൂൾ യൂസ് ചെയ്യുന്നത്. ചില കേസുകളിൽ നമുക്ക് അത് നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിയ സാധനം 3 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ 8 രൂപയ്ക്ക് വിൽക്കേണ്ടി വരുന്നൊരവസ്ഥയാകുമ്പോൾ നമുക്കവിടെ ലോസ് സംഭവിക്കാം. അതാണ് മാർക്കറ്റ് റിസ്ക്. ഇനി ലീഗൽ റിസ്ക്. ദിസ് ഈസ് ആൻ ആക്ഷൻ ഓഫ് എ കോർട്ട് ഓർ റെഗുലേറ്ററി ബോർഡ് ദാറ്റ് കുഡ് ഇൻവാലിഡേറ്റ് എ ഫിനാൻഷ്യൽ കോൺട്രാക്ട്. എന്തെങ്കിലും ഒരു കേസുകളിൽ ഇപ്പോൾ നമ്മൾ 2 മാസത്തിന് അല്ലെങ്കിൽ 1 മാസത്തിനൊക്കെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് അപ്പോൾ നടത്താൻ പറ്റിയില്ലെങ്കിൽ അവിടെ ലീഗൽ റിസ്ക് സംഭവിക്കാം. പിന്നെ ഓപ്പറേഷൻ റിസ്ക്. This take place as a result of inadequate controls, deficiency procedures, human error, system failure or fault. അപ്പോൾ ഈ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഫെയിലിയർ, ഹ്യൂമനിൽ ഉണ്ടാകുന്ന ഫെയിലിയർ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഓപ്പറേഷൻ റിസ്ക് വരാം. And the last one is liquidity risk. Most derivatives are customized instruments, hence they may exhibit substantially liquidity risk. പല കസ്റ്റമേഴ്സും എന്താണ് കസ്റ്റമൈസ്ഡ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ ഡെറിവേറ്റീവ്സും കസ്റ്റമൈസ്ഡാണ്. ഓരോ കസ്റ്റമേഴ്സിൻ്റെ നേച്ചറിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഇത് വരാം. അപ്പോൾ ഞാൻ ഇന്ന് 10 രൂപയ്ക്ക് വാങ്ങിയ സാധനം 1 മാസം കഴിഞ്ഞിട്ട് 8 രൂപയാണ് പറയുന്നത്, അല്ലെങ്കിൽ 15, ചിലർ 20 രൂപ പറയും, ചിലർ 5 രൂപ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കസ്റ്റമൈസ്ഡ് ആണ് എന്ത് ഓരോ ഡെറിവേറ്റീവ്സും. സോ അതിനെ നമ്മൾ എന്ത് പറയാം? ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയാം. അപ്പോൾ ഡെറിവേറ്റീവ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള റിസ്ക്കുകളാണ് ക്രെഡിറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക്, ലീഗൽ റിസ്ക്, ഓപ്പറേഷൻസ് റിസ്ക് ആൻഡ് ലിക്വിഡിറ്റി റിസ്ക്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസും ക്രിറ്റിസിസം വരുന്നത്. ഇതിൻ്റെ നോട്ട്സാണ് ഞാൻ ഇന്നലെ അയച്ചത്, ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇന്നലെ ലീവായിരുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.